ഹായ് ടീം, ഗുഡ് മോർണിംഗ്. നമ്മൾ ഗ്രോത്ത് ലീഡർഷിപ്പ് പ്രോഗ്രാമിലാണ്. നമ്മുടെ നൗഫൽ സാർ ഇവിടെ ഉണ്ട്, നമ്മുടെ ജലീൽ സാർ, ഷർഫ് സാർ എല്ലാവരും ഉണ്ട്. എന്താ പറയാ, ലീഡർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നും പറയില്ല, കാരണം അത് പറഞ്ഞാൽ തീരാവുന്ന ഒന്നല്ല. വലിയ പ്രോഗ്രാമുകൾ, വലിയ രീതിയിലുള്ള ഇൻഫർമേഷൻസും അതുപോലെ തന്നെ മോട്ടിവേഷനും എനർജിയും എക്സൈറ്റ്മെന്റും എല്ലാം നൽകും എന്നുള്ളത് നമ്മളിങ്ങനെ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. ഇന്നലെ നടന്ന ഫുൾ പ്രോഗ്രാമും നമ്മുടെ ജിഷാ സാർ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ശരിക്കും മോഡികെയർ ബിസിനസ്സിൽ സാറ് പറഞ്ഞ അതിന്റെ ആകത്തുക പറയുകയാണെങ്കിൽ പല ലീഡേഴ്സും ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഇതാണ് നമ്മുടെ ബിസിനസ്സിൽ വലിയ അച്ചീവ്മെന്റിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ്. അതായത് ചെറിയ വലിയ മിസ്റ്റേക്സ് ആരും ചെയ്യുന്നില്ല, ചെറിയ മിസ്റ്റേക്സ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ചെറിയ മിസ്റ്റേക്സ്, ആ മിസ്റ്റേക്കുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നലത്തെ പ്രോഗ്രാമിൽ സാറ് തരികയുണ്ടായി. ഏതായാലും എക്കോ ഗാർഡൻ റിസോർട്ട് ഇവിടെ ഇതോടനുബന്ധിച്ച് നടക്കുന്ന പ്രോഗ്രാംസുകളൊക്കെ, കാരണം എനിക്ക് തോന്നുന്നത് ഏകദേശം 1 വർഷത്തോളം അടുത്തായി ഗ്രോത്ത് ബേസിക് പ്രോഗ്രാം ജിഷാ സാറും ദിനേശ് നാരായൺ സാറും നമ്മുടെ ടീം ഗ്ലോബൽ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അതിൽ 10 ഗ്രോത്ത് ബേസിക് പ്രോഗ്രാം കഴിഞ്ഞു. ഗ്രോത്ത് ബേസിക് പ്രോഗ്രാം പങ്കെടുത്ത ഡയറക്ടർ ക്വാളിഫൈ ചെയ്ത ആളുകൾക്കുള്ളതാണ് ഗ്രോത്ത് ലീഡർഷിപ്പ് പ്രോഗ്രാം. അതിൻ്റെ 2ാമത്തെ സെഷനാണ്. ഈ 10 ബേസിക് പ്രോഗ്രാം നടന്നപ്പോൾ അതിൽ 2 പ്രോഗ്രാമാണ് നമ്മുടെ ലീഡർഷിപ്പ് പ്രോഗ്രാം നടന്നത്. അതിൽ 2ാമത്തെ പ്രോഗ്രാമിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഒരുപാട് ലീഡേഴ്സിനാൽ സമ്പന്നമായ ഒരു പ്രോഗ്രാം. 110ഓളം 100 പാർട്ടിസിപ്പൻ്റാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പാടുള്ളൂ, പക്ഷേ 110 ആളുണ്ടെന്നാണ് ഞാൻ എണ്ണിയപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഏതായാലും എന്താ പറയുക, ഇതുപോലെയുള്ളൊരു അവസരമൊക്കെ, ഈ പ്രോഗ്രാമുകൾ ട്രെയിനിങ്ങുകളൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ മോഡി കെയർ ഒരു ജീവിതമായി ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ പങ്കെടുക്കണം. അതല്ല വെറുതെ കുട്ടികൾക്ക് വന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ നോക്കിയിരിക്കാൻ വന്നവരാണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നിങ്ങളുടെ ഒരു ജീവിതമായി, നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിലാഷങ്ങൾ മുഴുവനും പൂവണിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ